നമസ്കാരം. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഒപ്പത്തിനൊപ്പം എത്തിയതോടെ ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മത്സരം ഇനി 2 ദിവസം കൂടി അവശേഷിക്കെ ഫലം പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞു. മൂന്നാം ദിനത്തിലെ അവസാന മിനിറ്റുകൾ ഇന്ത്യൻ പേസർമാരെ, പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറയെ നേരിടാനുള്ള ഇംഗ്ലണ്ട് ടീമിന്റെ പേടി ആരാധകരും തിരിച്ചറിയുകയായിരുന്നു. കളി തീരാൻ 6 മിനിറ്റുകൾ മാത്രം ശേഷിക്കെ നാടകീയ സംഭവങ്ങളാണ് ലോർഡ്സ് മൈതാനത്ത് അരങ്ങേറിയത്. മൂന്നാം ദിനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും കാഴ്ചവെച്ചത്. വേഗം കളി അവസാനിപ്പിക്കാൻ ഓപ്പണർ സാക് ക്രോളി സമയം വൈകിപ്പിച്ചു എന്ന ആരോപണമാണ് ഉയരുന്നത്. മൈതാനത്ത് ഇത് സംബന്ധിച്ച് ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലും ക്രോളിയും വാക്കേറ്റത്തിൽ വരെ ഏർപ്പെട്ടു. ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാനിറങ്ങിയ ഘട്ടത്തിൽ 6 മിനിറ്റോളം ബാക്കിയുണ്ടായിരുന്നു. കുറഞ്ഞത് 2 ഓവറെങ്കിലും ഇന്ത്യക്ക് എറിയാം. എന്നാൽ ബുംറ എറിഞ്ഞ ആദ്യ ഓവറിനിടെ തന്നെ സാക് ക്രോളി സമയം കളയുന്നതാണ് കണ്ടത്. ആദ്യ പന്തിൽ ക്രോളി റണ്ണൊന്നും എടുത്തില്ല. രണ്ടാം പന്തിൽ 2 റൺസ് എടുത്തു. എന്നാൽ മൂന്നാം പന്ത് എറിയുന്നതിന് മുൻപായി ക്രീസിൽ നിന്ന് മാറിയ ക്രോളി അല്പസമയം കഴിഞ്ഞാണ് ബാറ്റിംഗ് തുടർന്നത്. ഇത് ഇന്ത്യൻ താരങ്ങളെ ചൊടിപ്പിച്ചു. മൂന്നാം ദിനം വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാനായിരുന്നു സാക് ക്രോളിയുടെ ഈ ഒരു പരാക്രമം. ബൗളർ പന്തെറിയാനെത്തുമ്പോൾ സ്റ്റമ്പിന് മുന്നിൽ നിന്ന് മാറി നിന്നും ഓരോ പന്തും നേരിടാൻ പതിവിലും ഒരുക്കം നടത്തിയും ക്രോളി സമയം കളയുകയായിരുന്നു. ഇതോടെ ഇന്ത്യൻ താരങ്ങൾ പ്രകോപിതരായി. അനിഷ്ടം പരസ്യമാക്കിയ ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ല ക്രോളിക്കെതിരെ അശ്ലീല വർഷവും നടത്തിയാണ് കലിപ്പ് തീർത്തത്. ഇതിനിടെ ബുംറയുടെ പന്ത് കയ്യിൽ കൊണ്ടതിൻ്റെ പേരിൽ ക്രോളി ഫിസിയോയെ കൂടി വിളിക്കുക കൂടി ചെയ്തതോടെ ഇന്ത്യൻ താരങ്ങൾ ചുറ്റും നിന്ന് കൈയടിച്ച് പരിഹസിക്കുകയും ചെയ്തു. ആദ്യം കൈയടിച്ച് പരിഹസിച്ചെങ്കിലും പിന്നീട് ഗില്ല ക്രോളിക്ക് സമീപത്ത് പോയി തർക്കിക്കുകയായിരുന്നു. കൈ ചൂണ്ടി ഇരു താരങ്ങളും വാക്കേറ്റത്തിൽ വരെ ഏർപ്പെട്ടു. പിന്നീട് ബുംറ ഒരു പന്ത് കൂടി എറിഞ്ഞതോടെ മൂന്നാം ദിനം കളി അവസാനിക്കുകയായിരുന്നു. നേരത്തെ ഇംഗ്ലണ്ടിലെ 4ാം ടെസ്റ്റ് സെഞ്ചുറിയും ലോർഡ്സിലെ 2ാം സെഞ്ചുറിയും കുറിച്ച കെ എൽ രാഹുലിൻ്റെ പോരാട്ട മികവിൽ മൂന്നാം ടെസ്റ്റിൻ്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത് 387 റൺസായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടും 387 റൺസിന് പുറത്തായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചതിലും വേഗം അവസാനിച്ചതോടെയാണ് മൂന്നാം ദിനം അവസാന സെഷനിൽ ഏതാനും മിനിറ്റുകൾ ബാറ്റ് ചെയ്യാൻ ഇംഗ്ലണ്ട് നിർബന്ധിതരായത്. ഏതാനും ഓവറുകൾ മാത്രമേ കളി നടക്കൂ എന്നിരിക്കെ ഏതു വിധേനയും വിക്കറ്റ് കളയാതെ പിടിച്ചു നിന്ന് ഇന്ത്യക്ക് മേൽക്കൈ ലഭിക്കുന്നത് ഒഴിവാക്കാനായിരുന്നു ഇംഗ്ലീഷ് ഓപ്പണർമാരുടെ ശ്രമം. ഇതിൻ്റെ ഭാഗമായിരുന്നു സാക് ക്രൗളിയുടെ സമയം കൊല്ലി പരിപാടികളെല്ലാം തന്നെ. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്കായി ബൗളിംഗ് ഓപ്പൺ ചെയ്തത് ജസ്പ്രീത് ബുംറയാണ്. ബുംറയുടെ ഓവറിലെ ആദ്യ പന്ത് മുതൽ സമയം കളയാനുള്ള ക്രൗളിയുടെ വ്യഗ്രത വ്യക്തവുമായിരുന്നു. ബാറ്റിങ്ങിന് തയ്യാറായി നിൽക്കുമെങ്കിലും ബുംറ റണ്ണപ്പെടുത്ത് പന്തെറിയാൻ തുടങ്ങുമ്പോൾ ക്രീസിൽ നിന്ന് മാറി നിൽക്കുന്നതുൾപ്പെടെയുള്ള നമ്പറുകളാണ് ക്രൗളി പുറത്തെടുത്തത്. സമയം കളയാനുള്ള ശ്രമം ക്രൗളി ആവർത്തിച്ചതോടെ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ഗില്ല് താരത്തിനെതിരെ അശ്ലീല വർഷം നടത്തുകയായിരുന്നു. ഇത് സ്റ്റെമ്പ് മൈക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിലൊന്നും കുലുങ്ങാതെ ക്രൗളി സമയം കളയാൻ ശ്രമിച്ചതോടെ ഒരു വേള ഗില്ല് കൈ ചൂണ്ടി താരത്തിന് സമീപമെത്തുകയും ചെയ്തു. തിരികെ കൈവിരൽ ചൂണ്ടി സംസാരിച്ചാണ് ക്രൗളിയും തിരിച്ചടിച്ചത്. ഇതിനിടെ നോൺ സ്ട്രൈക്കേഴ്സ് ഇന്ത്യയിലുണ്ടായിരുന്ന ബെൻ ഡക്കറ്റും പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ബുംറയുടെ 5ാം പന്ത് ക്രൗളിയുടെ കൈയിലടിച്ചതും താരം ഫിസിയോയുടെ സഹായം തേടിയതും. ഇതോടെ ഇന്ത്യൻ താരങ്ങൾ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ചുറ്റും നിന്ന് കൈയടിച്ച് പരിഹസിച്ച കലിപ്പ് തീർക്കുകയായിരുന്നു ഇംഗ്ലണ്ട് ടീമിനോട്.